എല്ലാവർക്കും നമസ്കാരം. 100% വിജയം കൈവരിക്കാനും ആഗ്രഹിക്കുന്നതെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നേടിയെടുക്കാനും സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സാമ്പത്തികമായി നിങ്ങൾ എത്ര പുറകിലാണെങ്കിലും ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഓഡിയോ മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മൂഡ് ഓഫ് തോന്നാറില്ലേ? ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഫ്ലോപ്പായി പോകാറില്ലേ? നമ്മൾ എല്ലാവരും പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്നത്തെ ദിവസം ഞാൻ ആരെയാണാവോ കണി കണ്ടത്, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായി പോയി എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ആരെയും കണി കണ്ടതുകൊണ്ടുള്ള പ്രശ്നമല്ല, അത് നമ്മളുടെ ചിന്തകളുടെ പ്രശ്നമാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ദുഃഖങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചു വയ്ക്കുന്നത്. ആ ദിവസം അല്ലെങ്കിൽ അതിനു മുൻപ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പല ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളവരെക്കുറിച്ചും നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ചും അനവധിയായ നെഗറ്റീവ് ചിന്തകളോടുകൂടിയാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തകൾക്കും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള അതിശക്തമായ കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ ചിന്തകളും, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിലേക്ക് ചെല്ലുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് പെട്ടെന്ന് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഉപബോധ മനസ്സിന് ചിന്തകളെ വളരെ വേഗത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കഴിവുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ചിന്തകളാണോ നിങ്ങളെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത ദിവസം തുടങ്ങുന്നത്. നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണോ ഉറങ്ങുന്നത്, എന്നാൽ തീർച്ചയായും അടുത്ത ദിവസം നിങ്ങളിൽ നെഗറ്റീവായ കാര്യങ്ങളിൽ തന്നെ സംഭവിക്കും. ഇതിനായി ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നല്ല പാട്ടുകൾ കേൾക്കുക. എന്നാൽ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിനെ നൊസ്റ്റാൾജിക് ഫീലിംഗിലേക്ക് കൊണ്ടുപോകും. ചില പാട്ടുകൾ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാതിരിക്കുക. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന വീഡിയോസ് കാണുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തുക. ആ ദിവസം രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇത് നിങ്ങളുടെ മെമ്മറി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇങ്ങനെ നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് മുഴുവനായും സ്വീകരിക്കുകയും പിന്നീട് ആ സന്തോഷകരമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും അഡ്വാൻസായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന്, ആ ദിവസം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ വിജയിച്ചതിന് നന്ദി എന്ന് പറയുക. ഇങ്ങനെ നിങ്ങളുടെ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻസായി നന്ദി പറയുക. ഇത് നിങ്ങൾ കുളിക്കുമ്പോഴാവട്ടെ, ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാകട്ടെ, താങ്ക് യു എന്ന വാക്ക് ഒരു മന്ത്രം പോലെ ഉരുവിടുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. താങ്ക് യു എന്ന വാക്ക് വളരെ പവർഫുള്ളാണ്. അങ്ങനെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ ദിവസം ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ആഹാരവും വെള്ളവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുപോലെ താങ്ക് യു എന്ന മാജിക് വേർഡ് എന്ത് ചെയ്യുമ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങളിലേക്ക് കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു സുപ്രഭാതത്തിൽ ആരും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല. അതിന് കഠിനാധ്വാനവും പരിശ്രമിക്കാനുള്ള മനസ്സും വളരെ അത്യാവശ്യമാണ്. 1-2 ദിവസം ചെയ്തതുകൊണ്ട് ഇതിന് യാതൊരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? പ്രാക്ടീസിലൂടെ മാത്രമേ ഏതൊരു കാര്യത്തിനും വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എത്ര സമ്പത്ത് കുറഞ്ഞവനും ഉള്ള ധനത്തിന് നിരന്തരം താങ്ക് യു പറയുകയാണെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക.
കാരണം നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ ബ്രെയിൻ അത് തിരിച്ചറിയുകയും നിങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നന്ദി.